ഇന്നത്തെ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി കർത്താവ് എനിക്ക് പ്രേരണ തന്ന തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 30-31 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 30-31 വാക്യങ്ങൾ നിർത്തി വ്യക്തമായി. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രി വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കും. ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ ഇങ്ങനെ ഒരു നല്ല അവസരം തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്നതിനാൽ സ്തോത്രം. നല്ല കാലാവസ്ഥ തന്നതിനാൽ സ്തോത്രം. നല്ല പന്തൽ, നല്ല കൊയർ, നല്ല കൂടിവരവ്, നല്ല ദേശം, എല്ലാറ്റിനുമായി അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ വായിച്ച വചനം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതിന്റെ പശ്ചാത്തലം മുഴുവനും മനസ്സിലാകത്തക്കവണ്ണം വിശദീകരണത്തോടുകൂടെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വളരെ പ്രശാന്തമായ ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെയുണ്ട്. അല്പസമയം ദൈവവചനം കേൾക്കാനുള്ളത് നമുക്ക് പ്രയോജനപ്പെടുത്താം. ആകയാൽ തിരുവെഴുത്തുകളുടെ വായന അതിന്റെ ആധികാരികതയെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇവിടെ വായിച്ചത് ഒരു മനുഷ്യൻ രക്ഷയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. എന്നാൽ അത് ഞാൻ വിശദീകരിക്കും. 7 കാര്യങ്ങൾ അദ്ദേഹം ആ വിശദീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 7 കാര്യമാണ് ഇന്ന് രാത്രിയിലെ സന്ദേശം. ഒന്നാമത്തെ കാര്യം, അത് ജാതികളുടെ പ്രകാശമാണ്. 2, അത് ഇസ്രായേലിന്റെ മഹത്വമാണ്. 3, അത് ജാതികളുടെ മുമ്പിൽ ഒരുക്കിയതാണ്, സകല ജാതികളുടെയും മുമ്പിൽ എന്ന് പറഞ്ഞാൽ അത് സാർവത്രികമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. 4, അത് പ്രീ പ്ലാൻഡ് ആണ്, ഒരുക്കപ്പെട്ടതാണ്. ഇങ്ങനെ നമ്പറിട്ട് പഠിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞ ആള് ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനാണ്. ഇത് സംഭവിക്കുന്നത് ക്രിസ്തു ജനിച്ച ആ നാളുകളിലാണ്. പഴയ നിയമത്തിന്റെ ഒടുവിലത്തെ മനുഷ്യരിൽ ഒരാളാണ് ഈ പ്രസ്താവന ചെയ്തത്. ഈ പ്രസ്താവനയ്ക്കകത്ത് കുറെ പ്രവചന സന്ദേശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ലൂക്കോസ് 2:22 മുതൽ ഇപ്പോൾ വായിച്ചയാൾ തന്നെ മൈക്കിൽ കൂടെ നിർത്തി വായിക്കുമ്പോൾ ദയവായി എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുവാൻ അപേക്ഷിക്കുന്നു. ലൂക്കോസ് 2:22 മുതൽ വായിക്കും. 22. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാകുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. യെരുശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു.
ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഈ വേദഭാഗം അല്പം നീണ്ടുപോയി. ഇതിനകത്ത് ബോറടിപ്പിക്കുന്ന കുറച്ച് ചരിത്രമുണ്ട്. എങ്കിലും സാരമില്ല, അല്പകാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. യേശു കർത്താവിന്റെ ജനനം നമുക്കറിയാവുന്നതുപോലെ അതൊരു അത്ഭുത ജനനം ആയിരുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കീഴ് ജനിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ന്യായപ്രമാണ പ്രകാരം ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ഒരു ഇസ്രായേൽക്കാരൻ ചെയ്യണമെന്ന് എഴുതിയിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് യേശു കർത്താവിന്റെ മാതാപിതാക്കൾ കർത്താവിന്റെ സന്നിധിയിൽ യാഗം കഴിപ്പാൻ പ്രാവും കുഞ്ഞുമായി വരുന്ന രംഗമാണ് ഇവിടെ വായിച്ചത്. സാധാരണക്കാരൻ, ദരിദ്രനായ ഒരു മനുഷ്യനാണ് ഈ വിധത്തിലുള്ള യാഗവുമായി വരുന്നത്. യേശു സാധാരണക്കാരനായിട്ടാണ് ഭൂമിയിൽ ജനിച്ചതെന്ന് ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം ലേവ്യ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ജോസഫും മറിയയും ദേവാലയത്തിലെത്തുമ്പോൾ അപ്പുറത്ത് വേറൊരു കഥ നടക്കുകയാണ്. അതേതാണെന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മോശയിൽ കൂടെ മശിഹായുടെ ജനനത്തെക്കുറിച്ച് പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വീണ്ടെടുപ്പുകാരനായ മശിഹ ജനിക്കും എന്ന പ്രത്യാശ മനസ്സിൽ വെച്ചിരുന്ന കുറെ മനുഷ്യരുണ്ടായിരുന്നു. എന്നാൽ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രത്യാശ മങ്ങി. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രത്യാശയുള്ളവരുടെ എണ്ണം വളരെ കുറഞ്ഞു. 1500 കൊല്ലം, അനേക കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ മശിഹായുടെ ജനനം എന്ന ചിന്ത പൊതുവെ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. എങ്കിലും ചിലരുടെ മനസ്സിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്നില്ല. ഇവിടെ ഒരു ദൂതുണ്ട്. ഏത് കാലഘട്ടത്തിലും വചനത്തിൽ പ്രത്യാശ വെച്ച് നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടമെങ്കിലും ഉണ്ടായിരിക്കും. വിശ്വാസം നഷ്ടപ്പെടുത്തിയ, പ്രത്യാശ നഷ്ടപ്പെട്ട, കൃപ നഷ്ടപ്പെട്ട്, ജഡീകത വർദ്ധിച്ച്, ലൗകികത വർദ്ധിച്ച്, അധികാര ഭ്രാന്ത് പിടിച്ച ഒരു സമൂഹത്തെ കാണുമ്പോൾ ദൈവസഭ തകർന്നെന്നും ആരും ധരിക്കരുത്. വചനത്തിന് വേണ്ടി നിൽക്കുന്ന, താഴ്മയോടെ നിൽക്കുന്ന, യേശുവിനെ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കൂട്ടത്തിൽ ഒരുത്തനാണ് ശിമയോൻ. ശിമയോൻ, അദ്ദേഹത്തിന് ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നതായി ഇവിടെ വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടു. ഒന്ന്, യെരൂശലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. എനിക്കെടുത്തു പറയാൻ സന്തോഷമുള്ള കാര്യം, അയാളൊരു മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതെ, ഏതൻസിലെ ഒരു പണ്ഡിതൻ മനുഷ്യനെ അന്വേഷിച്ചതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനുണ്ടോ എന്ന് അയാൾ അന്വേഷിച്ചു എന്നാ പറയുന്നത്. അതെ, യെരൂശലേമിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു.
രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. അതെ, മനുഷ്യന്റെ പ്രഥമ യോഗ്യതയാണ് നീതിമാനായിരിക്കുക എന്നുള്ളത്. സ്തോത്രം. അവൻ നീതിമാനായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു. എന്ന് പറഞ്ഞാൽ മശിഹ വരുമെന്ന് കാത്തിരുന്നവനും ആയിരുന്നു. അടുത്ത യോഗ്യത, പരിശുദ്ധാത്മാവ് അവൻ പണ്ടെങ്ങാണ്ട് പ്രാപിച്ചതാണെന്നല്ല, അവന്റെ മേൽ ആ സമയത്ത് അതിന്റെ പവർ ഉണ്ടായിരുന്നു, അതിന്റെ ചലനമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുക. അവന്റെ അകത്തുണ്ടെന്നല്ല, അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവന്റെ അടുത്തിരിക്കുന്നവർക്കത് ഫീൽ ചെയ്യുമായിരുന്നു. അവനോട് വർത്തമാനം പറഞ്ഞാൽ അത് മനസ്സിലാകുമായിരുന്നു. അവനെ മുട്ടിയാൽ അത് തിരിച്ചറിയുമായിരുന്നു. നമ്മുടെ അടുത്തിരിക്കുന്നയാൾക്ക് എന്ത് കിട്ടും? നമ്മളുമായി അടുക്കുന്നയാൾക്ക് എന്തുണ്ടാകും? ഹോളി സ്പിരിറ്റിന്റെ ഒരു ചലനം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളുക. അതാണ് ആത്മീയതയുടെ മുഖമുദ്ര. നിങ്ങൾ ആത്മനിറവുള്ളവരായിരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിലനിർത്തണമെങ്കിൽ മറ്റു പലതും വിടേണ്ടി വരും. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് വേറൊരാൾ എഴുതത്തക്കവണ്ണം, വേറൊരാൾ പറയത്തക്കവണ്ണം ആത്മനിറവിനെ സൂക്ഷിക്കുന്നത് ചെറിയ കാര്യം അല്ല. ആത്മനിറവിനെ കീപ്പ് ചെയ്യണമെങ്കിൽ വേറെ വ്യർത്ഥ സംസാരങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അനാവശ്യമായ പരവേശവും ഒഴിവാക്കേണ്ടി വരും. ആത്മനിറവിനെ മറ്റെല്ലാറ്റിനേക്കാളും വലുതായി കാണുന്നെങ്കിലേ അതിനെ നമുക്ക് നിലനിർത്താൻ കഴിയുകയുള്ളൂ. ചുരുക്കം ചിലർ അതിനുവേണ്ടി വില കൊടുക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ത് പോയാലും ആത്മനിറവ് പോകരുത്. എന്തില്ലെങ്കിലും ആത്മനിറവ് ഉണ്ടായിരിക്കട്ടെ. അതിന് വില കൊടുക്കുവാൻ മനസ്സുള്ളവർ ഉണ്ടായെങ്കിൽ കൊള്ളാമായിരുന്നു. ജോസഫ് എന്ന മനുഷ്യനെ നോക്കിയിട്ട് ഈജിപ്തിന്റെ കിങ് പറയുകയാണ്, പരിശുദ്ധാത്മനിറവുള്ള ഈ യൗവനക്കാരനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ആത്മനിറവുള്ളവനെ ഏത് തലമുറയിലും ആവശ്യം വരും. ഏത് ഗവൺമെന്റും ആത്മനിറവുള്ളവനെ തള്ളിക്കളയുകയില്ല. ആത്മനിറവില്ലാത്ത ഒരു അധികാരസ്ഥനേക്കാൾ ആത്മനിറവുള്ള ഒരു അടിമയാണ് വിലപ്പെട്ടവൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ആത്മനിറവില്ലാത്ത ഒരു അധികാരസ്ഥനേക്കാൾ ആത്മനിറവുള്ള ഒരു അടിമയാണ് പ്രധാനപ്പെട്ടവൻ. ആത്മനിറവില്ലാത്ത ഒരു വിദ്യാസമ്പന്നനേക്കാൾ ആത്മനിറവുള്ള ഒരു പാവപ്പെട്ടവനാണ് വിലയേറിയവൻ. നമുക്ക് വേഗത്തിൽ പോകാം. അവനെ കുറിച്ച് വീണ്ടും പറയുന്നത്, അവന് വെളിപ്പാടുള്ളവനായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് അവന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് ഉണ്ടായിരുന്നു. അന്നും ദൂതും അരുളപ്പാടും ഒക്കെ വിശ്വസിച്ചിരുന്നവരും പ്രാപിച്ചിരുന്നവരും ഉണ്ട്. ഈ വർഷത്തിൽ ഏതെങ്കിലും ഒരു അരുളപ്പാട് ലഭിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? വ്യക്തിപരമായി ദൂതുകൾ വിശ്വസിക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? ദൈവം എന്നോട് ഈ ആഴ്ചയിൽ സംസാരിച്ചു എന്ന് പറയാവുന്ന ഏതെങ്കിലും ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ദൈവം ഇന്ന വർഷം ഇന്ന മീറ്റിംഗിൽ വെച്ച് പേഴ്സണലായി എന്നോട് സംസാരിച്ചു എന്ന് പറയാവുന്ന ഏതെങ്കിലും മെമ്മറബിൾ ഡേറ്റ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ശിമയോൻ അരുളപ്പാട് പ്രാപിക്കുന്നവൻ ആയിരുന്നു. അയ്യോ, അതെല്ലാം ഒരു കഥയായി നമ്മുടെ ഇടയിൽ തീരാതിരിക്കട്ടെ. അരുളപ്പാട് അവനുണ്ടായിരുന്നു. എന്താണ് അരുളപ്പാട്? ആ അരുളപ്പാട് തിയോളജിക്കൽ മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നുന്നു. അതായത്, ഈശോമിശിഹ ജനിക്കുന്നതിന് മുമ്പ് നീ മരിക്കുകയല്ലോ. അതൊക്കെ ഒരു കുഴത്തിൽ പിടിച്ച പ്രവചനമാണ്. കാരണം 10, 300, 400, 500 കൊല്ലം വരെ ഇയാൾക്ക് ഇരിക്കാൻ പറ്റുമോ? എന്നാ കർത്താവ് ജനിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അപകടം പിടിച്ച പ്രവചനമാണ്. പക്ഷെ അങ്ങനെ വിശ്വസിച്ചു, അത് സംഭവിക്കുകയും ചെയ്തു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നീ മരിക്കുകയില്ല. ഓ, അതൊക്കെ സ്പെഷ്യൽ കേസാ. പക്ഷെ അല്ല, നമുക്കൊരു തോന്നുന്നുണ്ട്. അയാൾ ഒരു കാര്യം പ്രാർത്ഥിച്ചിരുന്നു, അയാൾ അത് പ്രതീക്ഷിച്ചിരുന്നു, അയാൾ അത് കാത്തിരുന്നു. അത് കണ്ടിട്ട് അയാൾ മരിക്കൂ. നീ പ്രാർത്ഥിക്കുന്നത് നീ പ്രതീക്ഷിക്കുക.
അത് കണ്ടിട്ട് നീ മരിക്കൂ. ദൂതായി തന്നെ മനസ്സിലെഴുതിക്കൂ. നീ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നുവോ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എന്ത് പ്രതീക്ഷിക്കുന്നുവോ, അത് നിന്റെ കണ്ണുകൊണ്ട് കാണാതെ നിന്നെ ഇവിടുന്ന് നീക്കാൻ കഴിയുകയില്ല. ശിമയോനെ, നീ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നില്ലേ? അതിനുവേണ്ടിയല്ല നീ പ്രാർത്ഥിച്ചിരുന്നത്. അത് കണ്ടിട്ട് നീ മരിക്കൂ. ജീവിച്ചിരുന്നതിനെ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. ആമേൻ. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു രംഗമാണത്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, മൊബൈലൊന്നും ഇല്ലല്ലോ. ശിമയോൻ അടുത്തൊന്ന് വരുന്നു, മറിയ ജോസഫ് അടുത്തൊന്ന് വരുന്നു. മറിയ ജോസഫും കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക. ശിമയോൻ പ്രത്യേക വെളിപ്പാടുള്ളവരെ കണ്ടറിയാവോ? ഉടുപ്പൊക്കെ നമ്മളെ പോലെ തന്നെയാ, പക്ഷെ ഉടുപ്പിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നു. ഇതിനകത്ത് ചിലർ നിയോഗമുള്ളവരുണ്ട്, ചിലർ വെളിപ്പാടുള്ളവരുണ്ട്. അവരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയത്തില്ല, പക്ഷേ ആത്മാ ഉള്ളവർ തിരിച്ചറിയാം. ശിമയോൻ കയറി വന്നു. ജോസഫ് മറിയ ഈ കൊച്ചിന്റെ കാര്യത്തിൽ ഏതൊക്കെ പറയുന്നുണ്ട്. ശിമയോൻ മനസ്സിലായി സംതിങ് ഡിഫറെന്റ്. എല്ലാ കൊച്ചുങ്ങളെ പോലെ അല്ല ഇത്, എന്തോ വ്യത്യാസമുണ്ട്. ചെറുതാ സഹോദരിയുടെ സിസ്റ്റർ എന്നെ നിങ്ങൾ കുശുവിച്ചെന്ന് പറയുന്നത്. അതെ, ഇത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞിട്ടുണ്ടായ കൊച്ച ആണോ? ഉണ്ടായിക്കോട്ടോ. ആലയത്തിൽ വേറെ കർമ്മം ചെയ്യാൻ കൊണ്ടുവന്ന് അങ്ങോട്ടേക്കും വീട്ടിലേക്ക് മേടിച്ചു. കൊച്ചിനെങ്കിലാ എന്നാ അധികാരമോ? ആ കൊച്ചിനെ മേടിച്ചിട്ട് സ്വന്തം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പറയാ, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയെ സമാധാനത്തോടെ വിട്ടായിരിക്കും. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ട്രെയിനോ ബസ്സോ ഒന്നും പോകുന്നില്ല, നല്ല സുഖം കേൾക്കാം. ശ്രദ്ധിച്ച് കേട്ടേ. ഈ ശീമാറ്റം നീ നാഥ എന്ന് വിളിച്ചത് ആരെയാ? എന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ, ഈ കൊച്ചിനെയാ. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ് പറയാം. ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, വിട്ടയക്കാന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? വീട്ടിലോട്ടല്ല, തറവാട്ടിലോട്ട്. അതെന്താ? ഈ കൊച്ചിനെ കാണുന്നതിന് മുമ്പ് വരികയെന്നാ പ്രവചനം. അപ്പൊ മരണത്തിന്റെ സമയം പണ്ടേ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞ ഡേറ്റും കഴിച്ചു, പിന്നെ വെളിച്ചപ്പാടം പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു, നാട്ടുകാർ പറഞ്ഞ ഡേറ്റും കഴിച്ചു, എല്ലാം കഴിഞ്ഞ് ഇതിനു വേണ്ടി മാത്രമാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് നിന്നെ ഭൂമിയിൽ വെച്ചിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാൽ ഈ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കും. 2 കിണർ വെള്ളവും 3 ലോറി അരി തിന്നു തീർക്കാനാണോ ഭൂമിയിൽ നിന്നെ വെച്ചിരിക്കുന്നത്? അല്ല, ദൈവത്തിന്റെ ഒരു പദ്ധതി നിന്നിലൂടെ പൂർത്തീകരിക്കാനാണ് നിന്നെ കഴിഞ്ഞ ചിക്കൻകുനിയായി തട്ടിപ്പോകാതെ നിർത്തിയത്. ദൈവത്തിന്റെ നിയോഗം നിന്നിലൂടെ പൂർത്തീകരിച്ചെടുക്കാനാണ്. കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഇപ്പോൾ നാദാ തിരുവചനം പോലെ എന്ന് പറഞ്ഞാൽ എന്നോട് നേരത്തെ പറഞ്ഞ പോലെ അടിയ സമാധാനത്തോടെ വിട്ടാല് സമാധാനത്തോടെ പോലെ കാണുന്നവരെ കാണണം. സമാധാനത്തോടെ പോണെങ്കിൽ 50 ലക്ഷം രൂപ ബാങ്കിലിട്ടാൻ പറ്റുമോ? എന്നാൽ സമാധാനത്തോടെ പോക്ക് ഉണ്ടാവൂല. കാരണം ഇതിനു വേണ്ടി പിള്ളേരെന്ത് ആശ ചെയ്യുന്നു. വലിയ ഡിപ്പോസിറ്റ് ഇല്ലെങ്കിൽ ഒരു വലിയ കുഴപ്പമില്ലാതെ എടുത്തു പോവാം. അല്ലെങ്കിൽ പിള്ളേർ ആവശ്യമില്ലാത്തതാണ് പറഞ്ഞുണ്ടാക്കി ഇത് എഴുതി മേടിച്ചിട്ടേ അവരടങ്ങുള്ളൂ. അത് കഴിഞ്ഞ് അവർ ഗഡിയേരം കൊണ്ട് തള്ളയിടുകയും ചെയ്യും. എല്ലാവരും അങ്ങനെ ചെയ്യത്തില്ല. ഇതുകൊണ്ടൊന്നും സമാധാനത്തോടെ പോകാമെന്ന് ധരിക്കണ്ട. സോദരം സമാധാനത്തോടെ ഒരു മാർഗം പറയാം. സമാധാനത്തിന്റെ ഉടമയെ നിന്റെ കയ്യിലെടുക്കുക. സമാധാനത്തിന്റെ ഉറവിടത്തെ നിന്റെ അകത്ത് സ്വീകരിക്കുക. സമാധാനത്തിന്റെ കർത്താവിനെ നിന്റെ സ്വന്തമാക്കുക. യേശു അവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവൻ പറയാ, എന്നെ സമാധാനത്തോടെ വിട്ടേക്കാം. യേശു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ സമാധാനത്തോടെ ഇന്ന് യോഗം കഴിഞ്ഞു പോകാം. സമാധാനത്തോടെ ഏത് പ്രതികൂലത്തിൽ നിനക്ക് പോകാം. സമാധാനത്തോടെ ഏത് യുദ്ധഭൂമിയിൽ നിനക്ക് നിൽക്കാം. സമാധാനത്തോടെ
ഉണ്ടെങ്കിൽ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ സന്ദേശത്തിന്റെ പശ്ചാത്തല വിവരണം. അങ്ങനെ ശിമോൻ ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു. ഈ കൊച്ചിനെ തന്നെ അങ്ങനെ ചെയ്തതിനുള്ള തെളിവെന്നാ എന്റെ ഒരു ഊഹം പറയാം. 34 വാക്യം വായിക്കാമോ? പിന്നെ ശിമ്യോൻ അവരെ അനുഗ്രഹിച്ചു. അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് 33 കൂടെ ചേർത്ത് ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. നിങ്ങൾ പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു സത്യം പറയാം. ഈ കൊച്ചിനെ കുറിച്ച് ശരിക്കും വിവരമുള്ളത് അപ്പനും അമ്മയ്ക്കുമാണോ ശിവനാച്ചനാണോ? കേട്ടായിരുന്നോ? ആ, വിശുദ്ധ മറിയാമനും ജോസഫിനും ഉള്ളതിനേക്കാൾ വെളിപ്പാട് ആർക്കുണ്ട്? അങ്ങനെയാണെങ്കിൽ ആരെ ആരാധിക്കണം? അല്ല, ഏതെങ്കിലും ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുകയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചോളെന്ന് പറയുകയാണെങ്കിൽ ആരോട് പറയണം? ശിവനാച്ചനെ എല്ലാവരും ഉപേക്ഷിച്ചു. ഒരൊറ്റ കപ്പയുടെ പുള്ളിയുടെ പേരില്ല. എന്തെങ്കിലും ഒന്നെണ്ണ പുള്ളി കൂടെ ചെയ്യും. അല്ല, കുറ്റമായിട്ട് പറയല്ലേ, ഞാൻ അതിന് വസ്തുത മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സംശയമുണ്ട്. വേദപുസ്തകം തുറന്നു നോക്കണം. എന്തെങ്കിലും വിരോധമുണ്ട് ബൈബിളുമായിട്ട് പറഞ്ഞു കൊടുത്തോളാം. പുസ്തകം പറയുന്നു ഇവർക്ക് ഈ കൊച്ചിനെ അറിയാമില്ല. 33 വായിച്ച് ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. ജോസഫിനും അവർക്ക് പിടിച്ചില്ല. പിടിച്ചില്ലെന്ന് പറയുന്നത് ശരിയല്ല, അവർക്ക് അത് പിടികിട്ടില്ലെന്ന് പറഞ്ഞാൽ ശരിയാ. 7 കാര്യമായി പുള്ളി വിളിച്ചു പറഞ്ഞത്. ജാതികളുടെ പ്രകാശം, ഇസ്രായേലിന്റെ മഹത്വമൊക്കെ ഈ കൊച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല. അടുത്തത് എനിക്ക് വലിയ അത്ഭുതമുള്ളൊരു വാക്യമാണ്, വായിച്ചു. പിന്നെ ശിമ്യോൻ അവരെ അനുഗ്രഹിച്ചു. ആരെ? അവരെ. അപ്പനെ അമ്മയെ. കൊച്ചിനെ അനുഗ്രഹിച്ചില്ല. കൊച്ചിനെ കയ്യിലെടുത്തിട്ട് കാണാന്ന് പറയായിരുന്നു. അപ്പനെ അമ്മയെ അനുഗ്രഹിച്ചു. അനുഗ്രഹം മേടിക്കുന്നവരാണോ അനുഗ്രഹിക്കുന്നവരാണോ വലുത്? കുറച്ചു പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജോസഫ്, മറിയ, ശിമോൻ എല്ലാവരും വലുത്. ഹല്ലേലൂയ. ഇതെങ്കിലും ഒന്ന് മനസ്സിലായ പ്രശ്നം തീർന്നു. ഇതുപോലും മനസ്സിലാക്കാതിരിക്കാൻ ജനത്തിന്റെ കണ്ണുകെട്ട് കാണുന്നുണ്ട്. കഷ്ടമാണ്. ശിമോൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് അനുഗ്രഹിച്ചു എന്ന് എഴുതിയിട്ടില്ല. കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ഇപ്പോൾ നാളാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നീ സകലജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ. ഇത് ദൈവത്തിന്റെ രക്ഷയാണെന്ന് ശിമോൻ കണ്ടു. എന്നിട്ട് അപ്പനെ അമ്മയോട് പറഞ്ഞു കൊണ്ടുപോകുന്ന അവരെ അനുഗ്രഹിച്ചു. എന്തിനാ? ഈ കൊച്ചിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാകാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചത്. അനുഗ്രഹിച്ചു. മനസ്സിലാകാത്തവർക്കൊക്കെ ഇന്ന് രാത്രി മനസ്സിലാകും. ഇവനാരാണെന്നുള്ളൊരു വെളിപ്പാട് ഇന്ന് രാത്രി പ്രാപിച്ചാൽ നീ വന്നതുപോലെ തിരിച്ചു പോകുകയില്ല. നിന്റെ കണ്ണിൽ നിന്ന് തിമിരത്തിന്റെ ചെതുമ്പൽ താഴെ വീണിട്ട നിത്യതയുടെ ഒരു കരുത്തുറ്റ ദർശനം പ്രാപിച്ചിട്ട് ഇന്ന് രാത്രി വലിയ പ്രത്യാശയോടുകൂടെ നീ ഇവിടുന്ന് മടങ്ങി പോകും. നമുക്ക് ശിമോൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് ശാന്തമായി പഠിക്കാവുന്ന നിലയിൽ മുന്നോട്ട് പോകാം. വാക്യം 30-31 വീണ്ടും. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി. ഈ പറയുന്ന 2 കാര്യം ആദ്യം ചിന്തിക്കുന്നു പെട്ടെന്ന്. യേശു കുഞ്ഞിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇത് ജാതികളുടെ ലൈറ്റാണ്, ലൈറ്റ് ഓഫ് ദ ജെന്റൈൽസ്. എന്നാൽ യഹൂദന്റെ മഹത്വമാണ്. ഇത് ജാതികളുടെ പ്രകാശമാണ്, ഇത് ഇസ്രായേലിന്റെ മഹത്വമാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ 2 ഗ്രൂപ്പ് ആളെ ഉള്ളിവിടെ. ഒന്ന് ജാതികൾ, 2 യഹൂദർ. യേശുക്രിസ്തു വന്ന ശേഷം 3ാമതൊരു ഗ്രൂപ്പ് ഉണ്ടായി, ദൈവസഭ. ഇങ്ങനെ 3 ഗ്രൂപ്പേ ഇന്നും ഭൂമിയിൽ ഉള്ളൂ. 2 ഗ്രൂപ്പ്. ഒന്ന് യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ, അബ്രഹാമിന്റെ സന്തതി, യേശു ജനിച്ച തറവാട്. 2 ജാതികൾ. ഈ
ഏലിയാസിന് വേണ്ടു. ഇത്രേ ഉള്ളൂ. ഇത് സാർവത്രിക സ്വഭാവമുള്ള സന്ദേശമാണ്. സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒഴിവുള്ളവർ ആരുമില്ല. രക്ഷ സാർവത്രികമാണ്. എന്തുകൊണ്ട്? പാപം സാർവത്രികമാണ്. അതുകൊണ്ട് തന്നെ രക്ഷ സാർവത്രികമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാ മനുഷ്യരും പാപത്തിൽ ആയതിനാൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി രക്ഷ ദൈവം ഒരുക്കി. അതുകൊണ്ട് തന്നെയാണ് ലൂക്കോസ് 2 അതേ പേജിൽ 10-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. മനോഹരമായ ഒരു വാക്യമാണത്. ലൂക്കോസ് 2:10. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ യേശുവിന്റെ ജനനത്തെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താണ് സന്ദേശം? വായിക്കാം. നിങ്ങളോട് കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇത് ഒരു മതത്തിനുള്ള വാർത്തയല്ല, ഇത് ഒരു ദേശത്തിനുള്ള വാർത്തയല്ല, ആകാശത്തിന്റെ കീഴിലുള്ള സകലമായ മനുഷ്യർക്കും വേണ്ടി ദൈവം അറിയിക്കുന്ന സത്വാർത്തയത്രേ സുവിശേഷം. സകല ജാതികൾക്ക് മുൻപാകെ നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ. ഇവിടെ ചില കാര്യങ്ങൾ നാം തിരിച്ചറിയാൻ ഉണ്ട്. ബൈബിൾ വെളിപ്പെടുത്തുന്ന സന്ദേശം സാർവത്രികമാണ്. വിശദീകരിക്കാം. ബൈബിളിന്റെ ചരിത്രം പഠിച്ചാൽ അതിൽ ആകാശഭൂമികളുടെ ആരംഭമാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ സാർവത്രിക സ്വഭാവം മനസ്സിലാവും. ഇവിടുത്തെ സസ്യങ്ങൾ, മൃഗങ്ങൾ, മത്സ്യം, പക്ഷികൾ ഇവയെല്ലാം അടുത്ത പേജുകളിൽ കാണാം. അപ്പോൾ ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചല്ല ഈ പുസ്തകം എന്ന് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് ഒന്നാമത്തെ മനുഷ്യനെ കുറിച്ചാണ് വിവരിക്കുന്നത്. എന്തിനേറെ പാപത്തിന്റെ ആരംഭം, മരണത്തിന്റെ ആരംഭം, ഇങ്ങനെയെല്ലാം കാണാം. അപ്പോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ളതല്ല ഈ ബുക്കെന്ന് വളരെ വ്യക്തം. ഇത് സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ബുക്കത്രേ. ഇത് സകല മനുഷ്യരെയും മുൻകണ്ടുകൊണ്ട് സംസാരിക്കും
സന്ദേശം അത്രേ. നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിട്ടുള്ള നിന്റെ രക്ഷ. ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഒഴിവാക്കുന്നില്ല. ഞാൻ രണ്ടാമത്തെ സന്ദേശത്തിലേക്ക് കടക്കുന്നു. അവിടെ വായിച്ച വാക്യത്തിനകത്ത് നിന്ന് പറയുകയാണ്, സകല ജാതികളുടെയും മുൻപാകെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പരസ്യ സംഭവം അത്രേ. യേശുവിന്റെ ജനനമോ യേശുവിന്റെ ജീവിതമോ യേശുവിന്റെ ഉപദേശമോ യേശുവിന്റെ മരണമോ യേശുവിന്റെ ഉയർപ്പോ ഒരു രഹസ്യ സംഭവം ആയിരുന്നില്ല. അത് പരസ്യമാണ്. അവൻ ജനിച്ചപ്പോൾ ദൈവം തന്നെ അത് പരസ്യമാക്കി. എങ്ങനെ, എവിടെ എന്ന് ഞാൻ വിവരിക്കാം. ദൈവം തന്നെ ദൂതന്മാരെ അയച്ച് ആട്ടിടയന്മാർക്ക് മെസ്സേജ് കൊടുത്തു. നക്ഷത്രത്തെ അയച്ച് വിദ്വാൻമാർക്ക് മെസ്സേജ് കൊടുത്തു. യേശു ജനിച്ചത് അറിയാതിരിക്കേണ്ട. അതിൽ തന്നെ ഈ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു സംഭവം. ആദ്യം അറിഞ്ഞത് ഇടയന്മാർ. അന്നത്തെ സമൂഹത്തിലെ വിദ്യാഭ്യാസം കുറഞ്ഞ മനുഷ്യരാണ്. ഇന്നത്തെ ഭാഷ പറഞ്ഞ മൊബൈൽ ഇല്ലാത്ത മനുഷ്യർ കുറവല്ലേ. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത കൂട്ടര്. ഇന്ന് അടുത്ത് താമസിക്കും, നാളെ വേറെടുത്ത് താമസിക്കും. ഒരു മേൽവിലാസം കൊടുക്കാനില്ലാത്തവരാണ് അവര്. അവർക്കൊരു കത്ത് കിട്ടത്തില്ല, ഒരു പത്രം കാണത്തില്ല, ടെലിവിഷൻ ഇല്ല, മൊബൈലില്ല. ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി മരിച്ചുപോയാൽ ആട്ടിടയന്മാർ അറിയില്ല. പുതിയ പ്രധാനമന്ത്രി ജാഥ എടുത്താലും ഇവരറിയില്ല. തീവ്രവാദി ആക്രമണം ഉണ്ടായാൽ ഇവരറിയില്ല. ഇലക്ഷൻ വന്നാൽ ഇവരറിയില്ല. ഇങ്ങനെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന, മലകളിൽ പാർക്കുന്ന ആട്ടിടയന്മാർ. സ്വർഗത്തിലെ ദൈവം മാലാഖമാരോട് പറഞ്ഞു, മറ്റുള്ളവരൊക്കെ എങ്ങനെയും പറഞ്ഞോളൂ, ഇവരെ ആദ്യം അറിയിക്കും. നിങ്ങൾ പിണങ്ങാതിരിക്കാതെ ഞാനൊരു സത്യം പറഞ്ഞേക്കാം. ഈശോമിശിഹ പാവപ്പെട്ടവരുടെ സൈഡാണ്. നിങ്ങൾ വായിച്ചു നോക്കൂ. ഏത് വേർഷനും ഇംഗ്ലീഷ് വേണേ വായിച്ചു, മലയാളത്തിൽ വായിച്ചു, ഇരിക്കി വായിച്ചു. സോ അവിടെ നമ്മൾ ആ മനോഭാവം കളയരുതെന്ന് വലിയൊരു അപേക്ഷയുണ്ട്. ഞാനെന്റെ തെളിവ് പറയുന്നത്, ധനവാനായൊരു ചെറുപ്പക്കാരൻ കർത്താവിനെ എഴുതിയിട്ടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ വസ്തു ഒന്ന് പാർട്ടീഷൻ നടത്തി തരണോ. കർത്താവ് പറഞ്ഞു എനിക്കൊക്കെ ആയിരുന്നു. കർത്താവ് അങ്ങനെ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവനൊരു നല്ല കൊച്ചനല്ല. അവന്റെ ആ വസ്തു കണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അവനെ നമുക്ക് നാളെ ട്രഷറാക്കാം. ഒരു കാരണം അവൻ നോക്കുകയും ചെയ്തോളൂ. ഇഷ്ടംപോലെ സൗകര്യമുള്ള വീട്ടിലെ ചെറുക്കണം. നമ്മളാണ് എന്നെ വിടുവെന്ന് എന്റെ ജോലി. വസ്തു പങ്കിട്ട് ഞാൻ കല്ലിട്ട് തരാൻ പോകും. വേണേ കയ്യാലെന്ന് വെച്ചോ, നീ ഇവിടെ നില്ല. കാരണം നീ ഇത്രയും ഒരു ഭക്തിയുടെ ഒരു ലക്ഷണമാണ് അവന്റെ വരവ് വേണ്ട. കർത്താവേ, എന്റെ സഹോദരനുമായി വസ്തു പങ്കിടുവാൻ എന്നാ ആത്മീയൻ. യേശു എന്താ ഇടപെടാൻ? ഞാൻ ഇനി മനസ്സിലായത് നിങ്ങളോട് പറയാം. ഈ വസ്തു പങ്കിട്ടാൽ തുല്യ ആകത്തില്ല. കാരണം ഈ ത്രാശ വെച്ച് തൂക്കാൻ പറ്റും. ത്രാശ തൂക്കിയാൽ പോലും പറയും ആ ത്രാശ ശരിയല്ലെന്ന് പറയും. വസ്തു പങ്കിട്ടിട്ട് വഴക്കില്ലാതെ എവിടെയും നടന്നിട്ടുണ്ടോ? ഇവൻ എന്തിനാ യേശുവിന്റെ അടുത്ത് വന്നത്? ഭക്തി കൂടിയിട്ടാണോ? അല്ല. പഞ്ചായത്തിൽ പോയിട്ട് അവർ ചെന്നില്ല. കാരണം ഈ പിള്ളേരുടെ സ്വഭാവം അവർക്കറിയാം. പിന്നെ സ്വന്തക്കാരെ അടുക്കത്തുമില്ല. അതുകൊണ്ട് അവർ ഇവിടെ വന്നു.
പങ്കിടണം എന്നാണോ എന്റെ ആഗ്രഹം? ഞാൻ പറയാം ആഗ്രഹം ഇവന് കുറയരുത്, ചേട്ടന് കുറയരുതെന്നല്ല, ഇവന് കുറയരുത്. അതിന് പറ്റിയ ആൾ യേശു തന്നെയാണ്. അതാ പുള്ളി യേശുവിനെ കണ്ടുപിടിച്ചത്. നിനക്കിത് കുഴപ്പം കൂടാതെ തീർന്നതാണെങ്കിൽ ചേട്ടൻ ഇഷ്ടമുള്ളത് ബാക്കി എനിക്ക് മതി പറഞ്ഞാൽ പോയി. അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒന്നേ കുഴപ്പമില്ല, സത്യത തന്നെയാണ്. അപ്പൊ പുള്ളി യേശുവിനെ യഥാർത്ഥത്തിൽ കൂട്ടിന് വിളിച്ചത് എന്തിനാ? പുള്ളിയുടെ കമ്പനിക്ക് നഷ്ടം വരും. മിക്കവാറും എല്ലാവരുടെയും പദ്ധതി അത് തന്നെയാണ്. സോ നമ്മുടെ ബിസിനസ് വിജയിക്കണം. അതിനാരെ വേണേ കൂട്ടുപിടിച്ചേക്കാം. ഈജോ വിജയമാണെങ്കിൽ അത്, അല്ല അന്തിക്രിസ്തുവിനെയാണെങ്കിൽ അത്. നമ്മുടെ ബിസിനസ് വിജയിക്കണം. യേശു അവനെ മൈൻഡ് ചെയ്തില്ല. കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ട് നിർത്തിയ സ്ത്രീയെ കർത്താവ് രക്ഷിച്ചു. എന്നാൽ ഈ കേസായിട്ട് ഒഴിവാക്കി വിട്ടു. എനിക്ക് പറ്റില്ല, നീ വേറെ ആരെയും പോയി പിടിക്കും. അപ്പോ നമുക്ക് തോന്നും കർത്താവ് ഈ ചെയിൻ സർവേ പഠിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും. കർത്താവല്ലേ ചെയിൻ സർവേ തുടങ്ങിയത്. ഇതിനെല്ലാം അതിന് നിയമിച്ചത് ആരാ? മണൽ കൊണ്ട് കടലിൽ അതിരിട്ടവനാണോ? അളക്കാൻ അറിയാൻ മേലാത്തത്. പിന്നെ എന്താ വസ്തു പങ്കിടാൻ കുറഞ്ഞത്? ശരിയാവൂല, അതുകൊണ്ടാ ശരിയാവൂല. ശരി അവിടെ മനസ്സമാണ്. അപ്പൊ വസ്തു പങ്കിടാതെ തന്നെ യേശു പങ്കിട്ടു. പ്രോബ്ലം കൈകാര്യം ചെയ്തു. മോനെ നീ പോണ വഴി ഒരു കാര്യം കേട്ടിട്ട് പോകുമോ? സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു വഴികൊണ്ട്. അപ്പൊ അത് വാങ്ങാതെ വസ്തു തന്നെ പങ്കിടാം എന്നതിന്റെ അർത്ഥം. ഒരു മനുഷ്യൻ കൂടെ കയറിയില്ല, കാരണം ഇത് ചേട്ടന്മാരില്ല. അപ്പൊ നിന്റെ ദ്രവ്യാഗ്രഹം ഇരിക്കുന്നിടത്തോളം കാലം ഒടേളം വന്ന് പങ്കിട്ടാലും പൊന്നു മോനെ ഈ വിഷയം ശരിയാവൂല എന്നാ യേശു പറഞ്ഞതിന്റെ താല്പര്യം. ശ്രദ്ധിച്ചു കേൾക്കുക. യേശുവിന്റെ ജനന വാർത്ത യേശു പാവപ്പെട്ട ഇടയന്മാരെ ആദ്യം അറിയിച്ചു. ദൈവരാജ്യത്തിന് പാവപ്പെട്ടവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. മുറിവേറ്റവരെയും തകർക്കപ്പെട്ടവരെയും അനാഥരെയും കരയുന്നവരെയും നിലവിളിക്കുന്നവരെയും വേദനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും അടിമയെയും ദൈവരാജ്യം രണ്ടാം തരത്തിൽ കാണുന്നില്ല, ഒന്നാം തരത്തിൽ തന്നെ കാണുന്നു. ഈ മനോഭാവം എന്ന് നഷ്ടപ്പെടുന്നു അന്ന് നമ്മുടെ കൂട്ടായ്മയിൽ ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെടും. യേശു ഇടയന്മാരെ ആദ്യമേ മെസ്സേജ് അറിയിച്ചു. അതെങ്ങനെ? ഒരു കാർഡ് അയക്കുകയല്ലായിരുന്നു. ഏഞ്ചൽസ്, മാലാഖമാരെ നേരിട്ട് കൊണ്ടുവിട്ടു. അവരവിടെ ചെന്ന ഒരു ചെറിയ പാട്ടിനകത്തൂടെ മെസ്സേജ് പറഞ്ഞാൽ വേഗം പിടികിട്ടു. ആ മെത്തേഡ് തന്നെയാ ഞങ്ങളും ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. യേശു എന്ന വാർത്ത, സുവിശേഷം എന്ന വാർത്ത പരസ്യമാണ്. യേശുവിന്റെ ജനനം ആദിവാസി അറിയണം, ജയിലിൽ കിടക്കുന്നവൻ അറിയണം, പട്ടണത്തിലുള്ളവൻ അറിയണം, ലോഡ്ജിൽ താമസിക്കുന്നവൻ അറിയണം, കാട്ടിൽ താമസിക്കുന്നവൻ അറിയണം, കുഷ്ഠരോഗാശുപത്രിയിലുള്ളവൻ അറിയണം. ഞാനും നിങ്ങളും അത് ചെയ്തില്ലെങ്കിലും ദൈവം അതിലെല്ലാം ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അതിലെല്ലാം ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗാശുപത്രിയിൽ നടക്കുന്ന ആരാധന കണ്ടാൽ കൈയുള്ള നമ്മൾ പൊട്ടിക്കരയും. കൈയുടെ വിരലുകൾ അറ്റുപോയവർ മുറിക്കൈ കൊട്ടി ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ടാൽ കൈയുള്ള നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകും. അയ്യോ, സുവിശേഷം ആർക്കും അന്യമല്ല. അത് പരസ്യമാക്കണം. ആരും അത് അറിഞ്ഞില്ലെന്ന് വരരുത്. ഇത് പരസ്യമാണ്. ഇടയന്മാരെ സ്വർഗം നേരിട്ട് അറിയിച്ചു. സുവിശേഷകന്മാർ എത്താത്ത ഒരു ഗ്രാമമില്ല. മനുഷ്യരെവിടെയുണ്ടോ അവിടെയെല്ലാം സുവിശേഷകരെത്തുന്നു. ഇപ്പോൾ 150-ലധികം ഭാഷകളിൽ തർജ്ജമ നടന്നുകൊണ്ടിരിക്കുക. ഈ രാത്രിയിൽ ബൈബിൾ ഇല്ലാത്ത ഭാഷയിൽ ബൈബിൾ പ്രിന്റ് ചെയ്യാനുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്കിലും ഉള്ള പിള്ളേരാ. അങ്ങനെയുള്ള വേല അതിശക്തമായി ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സുവിശേഷം അറിഞ്ഞില്ലെന്ന് ആരും പറയരുത്. ഇത് പരസ്യമാണ്. സകല ജാതികളുടെയും മുൻപാകെ ഇത് പരസ്യമാണ്. യേശു തന്നെ മാലാഖമാരെ അയച്ച് ഇടയന്മാരെ അറിയിച്ചു. എന്നാൽ വിദ്വാൻമാർ എന്നൊരു കൂട്ടരുണ്ട്. അതെ, രണ്ട് കൂട്ടരേ ഉള്ളൂ. വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും, പരിഷ്കാരമുള്ളവരും പരിഷ്കാരം ഇല്ലാത്തവരും, പഠനത്തിൽ താമസിക്കുന്നവരും ഗ്രാമത്തിൽ
നാട്ടിൽ താമസിക്കുന്നവർ. രണ്ട് വ്യത്യാസമേ ഉള്ളൂ. രണ്ടു കൂട്ടരെയും ദൈവം അറിയിച്ചു. വിദ്വാൻമാരെ അറിയിപ്പാൻ ഒരു നക്ഷത്രത്തിന് ഓർഡർ കൊടുത്തു. ആ നക്ഷത്രം വിദ്വാൻമാർ കണ്ടു. അതിനകത്തൊക്കെ ഭയങ്കര സന്തോഷ വാർത്തയുണ്ട്. നക്ഷത്രം ആട്ടിടയന്മാരെ എടുത്തോട്ട് വിട്ട അത് കണ്ടിട്ട് വേണ്ടേ? കാരണം ആരും മേലോട്ടൊന്നും നോക്കുന്നില്ല. നക്ഷത്രം അല്ലെങ്കിൽ പിന്നെ താഴെ വീഴും. അവർക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജാ മ്യൂസിക്. അതുകൊണ്ട് അതിലൂടെ ഇടപെട്ടത്. എന്നാൽ ഇവർ 100 പാട്ട് കേട്ടാൽ തിരിഞ്ഞു നോക്കിയായിരിക്കും വിദ്വാന്മാർ. അതുകൊണ്ട് അവിടെ പാട്ടും സംഗീതം ഒന്നും വേണ്ട. അവർക്കൊരു ചെറിയ സിഗ്നൽ മതി. അവര് മുകളിലോട്ട് മിക്കവാറും നോട്ടം. അവർ ഗോളങ്ങളെ കുറിച്ച് പഠിക്കുന്നവരാണ്. അവിടെ ഒരു മെസ്സേജ് കൊടുത്തു. ഇത് ഡിഫറെന്റ് ആണല്ലോ ഈ സാധനം. എത്രയോ നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടത് വ്യത്യാസമാണ്. ഇത് വ്യത്യാസമാണ്. പെട്ടെന്ന് മെസ്സേജ് പാസ് ചെയ്തു. ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഇത് വ്യത്യാസമാണ് സാധനം. അവരെ നക്ഷത്രത്തെ ഫോളോ ചെയ്തു. യേശു ഇരിക്കുന്ന വീട് വരെ നക്ഷത്രം അവരെ ഗൈഡ് ചെയ്തു. എന്തൊരു അത്ഭുതമല്ലേ? ഒരു തമാശയോടെ പറയാം. ഈ നക്ഷത്രത്തെ ഫോളോ ചെയ്ത് വന്നവർ എവിടെയുള്ളവരാണെന്നറിയോ? പിറവങ്കാരാണ്. ഞങ്ങളുടെ നാട്ടുകാർ. നിങ്ങൾക്ക് എതിർക്കാം, പക്ഷെ ഞങ്ങൾ തെളിവൊരു പുസ്തകം എന്ന് തരും. പിറവൻ പള്ളി പുറത്തിറക്കിയിരിക്കുന്ന മനോഹരമായൊരു പുസ്തകമുണ്ട്. രാജാക്കന്മാരുടെ പള്ളിയിൽ നിന്ന് പുറത്തിറക്കുന്ന പുസ്തകം എടുത്ത് വായിക്കണം. ഡോക്ടർ ഡി ബാബു പോൾ, നമ്മുടെ കലക്ടർ ആണ് അതിനെ അവതാരിക എഴുതിയിരിക്കുന്നത്. പിന്നെ ബാബു സാർ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അനേക ഐതിഹ്യങ്ങൾ നമ്മുടെ ഇടയിലുള്ള തൊഴിൽ എഴുതിയിട്ടുണ്ട്. അപ്പോഴാ ഞങ്ങൾക്കൊരു സമാധാനം. ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തുള്ളവർ വളരെ ഭക്തിയുള്ളവരാണ്, നല്ല മനുഷ്യരാണ്, സുവിശേഷത്തോട് ഭയങ്കര സ്നേഹവും ബഹുമാനമുള്ളവരാണ്. യേശുവിനെ കാണാൻ അവിടുന്ന് പോയി എന്ന് അവകാശപ്പെടുകയാണ്. അത് നല്ലൊരു കാര്യമല്ലേ? എന്തിനാലും ഇത് പറയുന്നത്. അപ്പൊ യേശുവിനെ കാണാൻ പോയോ? പോയി. അപ്പൊ നമുക്ക് പോകണ്ടേ? അവിടെ വരുമ്പോഴാ വിഷമം. അവര് പോയല്ലോ, ഇനി അവരെ കാണാൻ അവര് പറയും. കണ്ടവരെ കാണുക, കാണേണ്ടവരെ കാണുന്നില്ല. അത്രയും ഒരു ചെറിയൊരു കുഴപ്പമില്ല. പോകട്ടെ. ഇത് പരസ്യമാണ്. അതെ, വിദ്യാഭ്യാസം ഉള്ളവനും രക്ഷകനെ വേണം, വിദ്യാഭ്യാസം ഇല്ലാത്തവനും രക്ഷകനെ വേണം. ഇവര് തമ്മിൽ ചേരുകയായിരിക്കും, പക്ഷെ യേശുവിനെ രണ്ടുകൂട്ടരും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാവരും തമ്മിൽ ചേരുന്നില്ലല്ലോ. ഒരു വീട്ടിലെ 2 മക്കൾ തമ്മിൽ ചേരുന്നില്ല. ഇനി എന്താ? പക്ഷെ കർത്താവിന് എല്ലാം വേണം. ഇത് മനസ്സിലാക്കണേ. കർത്താവിന് വേണ്ടായിരുന്നെങ്കിൽ അവനെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നീക്കുകയല്ലായിരുന്നു. അപ്പൊ എല്ലാവരെയും ദൈവത്തിന് വേണം. എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് വിഷമാണ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവിന് വിദ്വാന്മാരെയും വേണം, കർത്താവിന് ഇടയന്മാരെയും വേണം. ഇവർ തമ്മിൽ ചിലപ്പോൾ വഴക്കുണ്ടായിരിക്കും. എങ്കിൽ രണ്ടുപേർക്കും രക്ഷകനെ ലഭ്യമാക്കണം. സുവിശേഷം ആർക്കും ബ്ലോക്ക് ചെയ്യരുത്. ഓക്സിജൻ തടയുന്നത് പോലെയാ സുവിശേഷം തടയുന്നത്. സുവിശേഷം ശുദ്ധ വായു പോലെയാ. അവനത് കേൾക്കട്ടെ, അവൻ തീരുമാനിക്കട്ടെ. യേശു അവന്റെ കൂടെയാ, യേശു അവരുടെ കൂടെയാ. അയ്യോ, വഴിയിൽ പാട്ടുപാടുന്നവൻ അവൻ യേശു രക്ഷകനാണെന്ന് വിശ്വസിക്കട്ടെ. ഇപ്പൊ ടെലിവിഷനിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ സ്ട്രീറ്റിലിരുന്ന് പാടുന്നവരുടെ പാട്ട്. ഗായക കുടുംബങ്ങളെ കണ്ടെത്തുന്നു, വീട് പണിത് കൊടുക്കുന്നു. ഞാനൊരു ദിവസം വാർത്ത വെക്കുമ്പോൾ കയറി വരുന്നു, കണ്ണില്ലാത്തൊരു സഹോദരൻ. ഇത് നമുക്കറിയാവുന്ന ആളാണല്ലോ. സൂക്ഷിച്ചു നോക്കുമ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പിറവം സെന്ററിലെ ഹോം ബോക്സ് കളക്ഷനിൽ ഫസ്റ്റ് മേടിച്ച ആളാണ് വിളിക്കുന്നത്. 2 കണ്ണിന് കാഴ്ചയില്ലാതെ മനുഷ്യനാണ്, നന്നായിട്ട് പാടും. പുള്ളിയെ ഈ ചാനലുകാർ കണ്ടുപിടിച്ചിരിക്കുക. അക്കരയ്ക്ക് യാത്ര ചെയ്യും, സിയോൻ സഞ്ചാരികളൊക്കെ പുള്ളി പാടുക. അവനെ സമൂഹം ചിലപ്പോൾ അംഗീകരിക്കുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു ദൈവരാജ്യത്തിൽ അവർ കാണും. ദൈവരാജ്യം എത്ര വലുതാ, ദൈവരാജ്യം എത്ര വിശാലമാ. നമ്മുടെ മനസ്സിന്റെ അത്ര ഇടുക്കം സ്വർഗത്തിനില്ല. ദൈവരാജ്യം എത്ര വിശാലമാ. ഈ പാവപ്പെട്ടവനെ
മുൻപാകെ എന്ന് പറഞ്ഞാൽ അത് പരസ്യമത്രേ. അവന്റെ മരണം പരസ്യമാണ്, അവന്റെ ജീവിതം പരസ്യമാണ്. യേശു ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ പറ്റുമോ? പീലാത്തോസിന്റെ അടുക്ക വെച്ച് യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ യേശു ചോദിച്ചു, ഇപ്പോഴാണോ അതൊക്കെ ചോദിക്കുന്നത്? ഞാൻ രഹസ്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതെല്ലാം പരസ്യമത്രേ. അവന്റെ ജീവിതം സ്ഫടിക പാത്രം പോലെ പരസ്യമായിരുന്നു. അവന്റെ ജീവിതം ഒന്നും ഒളിച്ചു വെക്കാനില്ലായിരുന്നു. സ്തോത്രം. 3, അവന്റെ ഉപദേശം പരസ്യമായിരുന്നു. അവനൊരു രഹസ്യ ക്ലാസ് ഇല്ലായിരുന്നു, അവനൊരു രഹസ്യ സ്ഥലമില്ലായിരുന്നു. അവന്റെ പ്രസംഗമെല്ലാം പരസ്യമായിരുന്നു. 4, അവന്റെ മരണം പരസ്യമായിരുന്നു. അവൻ കുരിശിൽ മരിച്ചപ്പോൾ അറിഞ്ഞില്ലെന്നാലും പറയുന്നത് ജനനത്തിന് കൊടുത്ത പരസ്യത്തിന്റെ 5 ഇരട്ടിയാ മരണത്തിന് കൊടുത്തത്. യേശുവിന്റെ മരണത്തിന്റെ പബ്ലിസിറ്റി ആരാ ഏറ്റെടുത്തത്? സ്വർഗം. യേശുവിന്റെ മരണത്തിന്റെ പബ്ലിസിറ്റി സ്വർഗം ഏറ്റെടുത്തു. യേശു മരിക്കുമ്പോൾ മുകളിലത്തെ ലൈറ്റ് ദൈവം ഓഫ് ചെയ്തു. സൂര്യൻ ഇരുണ്ടുപോയി. നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടാൽ ഒരു വലിയ ജനാവലി അറിയും. ലോകമുണ്ടായിട്ട് ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. എന്താണിത്? ഒരാളോട് ചോദിക്കും, 2 പേരോട് ചോദിക്കും, 4 പേരോട് ചോദിക്കും, ഉത്തരം കിട്ടും. എന്താണ്? മശിഹ കുരിശിൽ മരിച്ചിരിക്കുന്നു. പക്ഷേ ഭൂമിയുടെ എല്ലാ ഭാഗത്തും അന്ന് സൂര്യൻ ഉദിച്ചിരിപ്പില്ലല്ലോ. ചേർത്ത് അർദ്ധരാത്രിയല്ലേ? അവരെങ്ങനെ അറിയും? ഭൂമി കുലുക്കത്താൽ അവരറിയും. യേശു മരിച്ചപ്പോൾ ഭൂമി കുലുങ്ങി. എന്നാ വലിയ ഉറക്കമാണെങ്കിലും അറിയുന്ന ഒരു കുലുക്കം അന്ന് രാത്രി കുലുക്കി. അറിയില്ലെന്ന് പറയരുത്. എന്നിട്ട് തിരിച്ചറിയാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ഇതാ മതഭ്രാന്തന്മാർക്ക് വേണ്ടി മാറ്റുന്ന ദേവാലയത്തിന്റെ അന്തർമന്ദിരത്തെ തിരശീല മേൽതൊട്ട് അടിയോളം 2ആയി കയറിപ്പോയി. ഈ മതഭ്രാന്തൻ സൂര്യനിട്ടാലും അറിയില്ല, ഭൂമി കുലിക്കാനും അറിയില്ല, പാറ വിളർന്നാലും അറിയില്ല. കാരണം ഭ്രാന്തല്ല. മതഭ്രാന്തന്റെ അത്ര വലിയ ഭ്രാന്ത് ഒരു മാനസികാവകാശത്തിലും കാണുന്നില്ല. അവന് മനസ്സിലാകാൻ വേണ്ടി ദേവാലയത്തിനകത്തൊരു ഇടപെടൽ. ദേവാലയത്തിനകത്തെ ജനല കാർപ്പറ്റനങ്ങി അവനറിയും. തിരശ്ശീലണിയാൽ അവൻ ബോധം കിട്ടു വീഴും. ദൈവം അതേ കയറി പിടിച്ചു. തിരശ്ശീല മുകളിൽ നിന്ന് അടിയിലോട്ട് ഒറ്റ കയറി. ഇനി അറിഞ്ഞില്ലെങ്കിൽ അറിയണം. ഈ ദേശത്തോട് ദൂത് പറഞ്ഞേക്കാം. അറിയാത്ത ആരും ബാക്കി വരുന്നതെന്ന് ഓർത്ത് ദൈവം ഇവിടെ ഈ രാത്രികളിൽ ഈ സുവിശേഷം വിളിച്ചു പറഞ്ഞു. ഇന്ന് രാത്രി ഒരിക്കൽ പറയുന്നു, ദൈവപുത്രൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ അത് അറിഞ്ഞില്ലെന്ന് പറയരുത്. ദൈവപുത്രൻ നിനക്ക് വേണ്ടി യാഗമായി തീർന്നു, നീ അത് അറിഞ്ഞില്ലെന്ന് പറയരുത്. കർത്താവായ യേശു നിനക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി തീർന്നു, അറിഞ്ഞില്ലെന്ന് പറയരുത്. അതെ, അത് പരസ്യമാക്കി ദൈവം തന്നെ. തീർന്നില്ല, അവന്റെ ഉയർപ്പ് പരസ്യമാണ്. അറിയാത്തവർ മുഴുവൻ അറിയിച്ചു യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്. ചുരുക്കി പറയട്ടെ, ശിമയോൻ വിളിച്ചു പറഞ്ഞ സന്ദേശം ഇതത്രേ, ഇത് പരസ്യം ആണ്. അടുത്ത സന്ദേശം ആ വാക്യത്തിൽ വീണ്ടും കാണുന്നത് വാക്യം 31 വീണ്ടും ആവർത്തിച്ച് വായിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടാൽ, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അത് ഒരുക്കപ്പെട്ടതാണ്. 5ാമത്തെ കാര്യം, അത് ഒരുക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോണ വഴിക്ക് വെച്ച് ഒരു കടയിൽ കയറി ഒരു നാരങ്ങ കുടിച്ചു എന്ന് പറയുന്നത് പോലെ സന്ദർഭവശാലുണ്ടായ ഒന്നല്ല ഈ രക്ഷാമാർഗം. സുവിശേഷത്തിൽ കൂടിയുള്ള രക്ഷ പെട്ടെന്ന്
പ്ലാൻ ചെയ്തത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ് ഇത്. ഏതെങ്കിലും തന്നെ അത് പ്ലാൻ ചെയ്തു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനോട് ചോദിച്ചു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞത് നീ തിന്നോ? അവന്റെ ഉത്തരം, നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. യേശു അല്ലെങ്കിൽ ദൈവപുത്രൻ ഈ മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി യാഗമാകാൻ പോകുന്നു എന്ന മെസ്സേജ് അവിടെ വെച്ച് പിതാവായ ദൈവം അറിയിച്ചു. ആ കേസ് പറഞ്ഞു തീർക്കുന്നത് ഇങ്ങനെയാണ്: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അവിടെ നിന്നവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. വർഷങ്ങൾ കഴിഞ്ഞ് പൗലോസ്ലീഹ പരിശുദ്ധാത്മ നിറവിൽ വ്യാഖ്യാനിച്ചു, സ്ത്രീയുടെ സന്തതി ദൈവപുത്രനായ യേശു അത്രേ. ഇത് യുഗങ്ങൾക്ക് മുന്നമേ പ്ലാൻ ചെയ്തതാണ്. ഇത് പെട്ടെന്നുണ്ടായതല്ല. പെട്ടെന്നൊരു മഴ വന്നു, ഒരണക്കെട്ടിടിഞ്ഞു വീണു, വളരെ പെട്ടെന്നൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി വേറൊരു അണക്കെട്ട്. അതല്ല ഇത്. ഒരു വണ്ടി പോണ വഴി ടയർ പഞ്ചറായി, ഉടനെ അടുത്ത ടയർ കഴിഞ്ഞൊരു ടയർ മേടിച്ചിട്ടു. അങ്ങനെ ഒരു കേസല്ല ഇത്. ഇത് ദൈവത്തിന്റെ തെറ്റാത്ത പദ്ധതിയിൽപ്പെട്ടതാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ തെറ്റാത്ത പദ്ധതിയിൽപ്പെട്ടതാണിത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്രയെന്ന് സ്വർഗം അരുളി ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന്റെ മുൻ നിർണയത്തിൽപ്പെട്ട ഒരാളാണ് നീയെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം? ദൈവത്തിന്റെ തെറ്റാത്ത പദ്ധതിയിൽ പ്രകാരമാണ് നീ ദൈവകൃപയിൽ വന്നതെങ്കിൽ നീ എന്തിന് നിരാശപ്പെടണം? എന്തിന് തളരണം? യുഗങ്ങൾക്ക് മുന്നമേ പ്ലാൻ ചെയ്ത പദ്ധതിയുടെ ഭാഗമാണ് ഇന്ന് രാത്രി ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ഭയം മാറിപ്പോകും, സംശയം മാറിപ്പോകും. ഓ, ദൈവം എന്നെ നേരത്തെ കണ്ടതായിരുന്നു അല്ലേ? അതെ, ദൈവത്തിന്റെ നേരത്തെ കണ്ടതായിരുന്നു. ഇത് ദൈവത്തിന്റെ മുൻ നിർണയത്തിൽ പെട്ടതത്രേ. അത് ദൈവത്തിന്റെ പ്ലാനാണ്. അതെ, അത് ഒരുക്കിയതാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ സത്യം വിശദീകരിക്കാൻ ഒരു നല്ല ഉപമ ബൈബിളിലുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ ഇത് ഒരുക്കിയതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ലൂക്കോസ് 14:15 മുതൽ, ലൂക്കോസ് 14:15 മുതൽ. കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ചു. ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്നു യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ചു ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ, യജമാനനെ കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണിത്. സുവിശേഷം അഥവാ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ
മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചതാണ് എന്ന് പഠിക്കാൻ ഈ ഉപമ വളരെ നല്ലതാണ്. ഈ ഉപമയ്ക്കകത്ത് യേശു പറയുന്നത് ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപമ പറയുന്നു. നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ? ഇതുപോലെയൊരു വിരുന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ഇവിടെ വായിച്ചത്? വളരെ നേരത്തെ ക്ഷണിച്ചു. ഒരാഴ്ച മുമ്പല്ല, ഒരു മാസം മുമ്പല്ല, വളരെ നേരത്തെ ക്ഷണിച്ചു. എന്തിനാണ്? ആ ഡേറ്റ് മാറ്റിയിടാൻ വേണ്ടി. 1-2 പേരെ പങ്കെടുപ്പിക്കുകയല്ല, 1000 പേരെ പങ്കെടുപ്പിക്കുകയല്ല. യേശു പറയുകയാണ് വലിയൊരത്താഴം. സമയത്ത് വണ്ടി വിട്ട് വരെ കൊണ്ടുവരിക, പോയി കൊണ്ടുവരിക. അപ്പൊ ഇതൊരു സാധാരണ വിരുന്നല്ല. അവിടെ ചെന്നപ്പോൾ അവരുടെ പ്രതികരണം കേട്ടോ. ഒരാൾ പറയുക, ഞാന് കുറച്ച് സ്ഥലം മേടിച്ചിരിക്കുക, അതൊന്ന് കാണാൻ പോവുക. ഈ ഉപമയായതുകൊണ്ട് ശ്രദ്ധിക്കണം, ഒരു ന്യായമല്ലാത്ത കാര്യം ഈ പറയും. അതാണ് പഠിക്കുന്നത്. വസ്തു മേടിച്ചെങ്കിൽ അതവിടെ കിടക്കൂലേ, പോവോ? ഈ കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഫുഡ് കഴിഞ്ഞിട്ട് പോയി കണ്ടാ പോലെ. അപ്പൊ അവൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? അവൻ പറഞ്ഞത് വെറും ഒരു മുടന്തൻ ന്യായമാണ്. രണ്ടാമത്തെ ആളാ, ഞാന് 5 കാളയെ മേടിച്ചിരുന്നു, എനിക്ക് അതിനൊന്നും നോക്കാൻ പോകും. അതിനേക്കാൾ മോശമായി പോയി. കാള മേടിച്ചല്ലോ, അതവിടെ നിൽക്കട്ടെ, ഈ കല്യാണം കഴിഞ്ഞിട്ട് പോയി നോക്കിക്കൂടെ? ഒഴിവാക്കാൻ മേലാത്ത കാര്യമല്ല ഇത് രണ്ടും. മൂന്നാമത്തെ ആൾ പറയുന്നു, ഞാനേ കല്യാണം കഴിച്ചിരിക്കും. കല്യാണം കഴിച്ചവർക്ക് ആ ദിവസങ്ങളിൽ ഒരു കല്യാണം കൂടാൻ കിട്ടിയ സന്തോഷമല്ല. കാരണം ഈ പുതിയ ചുരിദാർ ഇട്ടുകൊണ്ട് പോകരുത്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുക, ആ സമയത്ത് 2-3 കല്യാണം ഉണ്ടേ രസമല്ലേ? ഞാനിപ്പോ കല്യാണം കഴിച്ചിട്ട് എനിക്ക് വരാനുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു സത്യമില്ല, പരമാർത്ഥമില്ല കേട്ടോ. വിളിച്ച ആളോട് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? എന്താ ഈ ഉപമയ്ക്കകത്ത് സൂചിപ്പിക്കുന്നത്? ലോകത്തിൽ ഇതുപോലെ അവഗണിക്കപ്പെട്ട ഒരു വിരുന്നില്ലെന്ന് മനസ്സിലായോ? അത് സുവിശേഷമാണ്. എത്രയോ പ്രാവശ്യം വീട്ടിൽ കയറി വിളിച്ചതാ, നാണം കെട്ട് വിളിക്കുക. നിങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലെന്നാ ചോദിക്കും, എന്നാലും പിന്നെയും വരിക. അപ്പൊ ഇതുപോലത്തെ ന്യായങ്ങളാ പറയുന്നത്. കല്യാണം കഴിച്ചവർക്ക് നല്ലതല്ലേ ഇത്? കല്യാണം കഴിച്ചവർ വാസ്തവത്തിൽ സുവിശേഷത്തിന് വരണം. അങ്ങനെ വരാമെങ്കിൽ പിന്നെ കൗൺസിലറുടെ അടുത്ത് ഓടി വരിക. എന്തിനേറെ ഭൂമി മേടിച്ചവരും കന്നുകാലിയെ മേടിച്ചവരും ഒക്കെ എന്തിനെ കാണിക്കുന്നു? ലോകം, ധനം, സുഖം, ഇതിന്റെ പുറകെയുള്ള യാത്ര നിമിത്തം ദൈവരാജ്യത്തിന്റെ വിരുന്ന് അവോയ്ഡ് ചെയ്യുന്ന തലമുറ, ലോക സുഖങ്ങളുടെ പുറകെ പോയിട്ട് ദൈവരാജ്യത്തിന്റെ വിരുന്നിനെ ഉപേക്ഷിക്കുന്ന തലമുറ. സ്വതന്ത്രം. ഇത് പറഞ്ഞതെപ്പോഴാ? അതാണ് രസം. അപ്പോഴാണ് നമുക്കിത് സുവിശേഷത്തോട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാകുന്നത്. അതായത് വാക്യം 12, 13, 14. തന്നെ ക്ഷണിച്ചവരോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. ശ്രദ്ധിച്ചേ, ഒരു മനുഷ്യൻ ഒരു ഡിന്നർ ഒരുക്കിയിട്ട് യേശുവിനെ വിളിച്ചു. യേശു അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ അവിടെ പലരും വന്നിട്ടുണ്ട്. അവിടെ വന്ന് കഴിച്ചു പോയാൽ പോരെ? ഐസ്ക്രീം നന്നായിരിക്കുന്നു, ചിക്കൻ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ? അവിടെ യേശു പറയാ, തോമാച്ചാ, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അഭിപ്രായമല്ല, എന്റെ ബലമായ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇങ്ങനെയല്ല വിരുന്ന് നടത്തുന്നത്. ഒരു VIP
VIPs ആളുകൾ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. കർത്താവിനെ വിളിച്ചു. കർത്താവ് വന്നിട്ട് ഇങ്ങനെയൊന്നും അല്ല മക്കളെ ഇത് ചെയ്യേണ്ടത്. എല്ലാവരുടെയും ആ മൂഡ് പോയി. നമ്മുടെ സൗകര്യത്തിന് നിൽക്കുന്നയാളല്ലെന്നൊരു ചെറിയ ധാരണ മനസ്സിൽ വെച്ചോളാം. പിന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പോകാം, അതിന് രോഗമൊന്നുമില്ല. പക്ഷെ കർത്താവ് ഉണ്ടാവില്ല. കർത്താവിന് എപ്പോഴും തനതായ ഒരു കാഴ്ചപ്പാടുണ്ട്. കർത്താവ് ഇങ്ങനെയല്ല ചെയ്യുന്നത്. വീട്ടുകാരനാകെ വിഷമിച്ചു. പിന്നെ എങ്ങനെയാ ചെയ്യുന്നത് പറയാം. ഇവിടെ ഇപ്പൊ നീ ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ, നീ 12 ഐറ്റം ഇവിടെ വിളമ്പിയിട്ടുണ്ട്. ഈ ഇരിക്കുന്നവരാരും നിന്നേക്കാൾ മോശമല്ല. അവരിത് കുറിച്ചുകൊണ്ട് പോകും. അടുത്ത ദിവസം ഒരു 13 ഐറ്റം വിളമ്പി നിനക്കത് തീർന്നില്ലേ? നീ കൊടുത്തതിന്റെ ഗമ തീർന്നോ? ഇതേ കാറ്ററിംഗ് അപ്പുറത്ത് ഇപ്പോൾ അവരോട് പറഞ്ഞാൽ മതി, തോമാൻ തന്നെ അവിടെ വിളമ്പിയതിനേക്കാൾ 2 ഐറ്റം കൂടി എനിക്ക് വെച്ചു. കാശ് എത്ര പിടിച്ചോന്നേ, ആർക്കാ പൈസക്ക് ബുദ്ധിമുട്ടുള്ളത്? അപ്പൊ നീ ഈ വിളമ്പിയതിന് ഒരു വില ഉണ്ടാവില്ല. എന്നാ നീ വിളമ്പിയതിന് വിലയുണ്ടാവും. ഒരു നല്ല നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത ഒരുപാട് മനുഷ്യർ ഈ സമൂഹത്തിലുണ്ട്. അവരെ ഒന്ന് വിളി. അവർ കഴിച്ചേച്ച് 2 കൈ കൂപ്പി നന്ദികൾ പറയും. ഒരിക്കലും നിനക്കിത് കടം വീട്ടാൻ അവർ വരത്തൂല്ല. അവർ നിന്നെ വിളിക്കത്തുമില്ല. അപ്പൊ നീ കൊടുത്തതിനൊരു വിലയുണ്ടാവും. കർത്താവ് പറഞ്ഞ ആര് സ്വീകരിക്കാനാ? അവരുടെ ഒരു തീരുമാനം എടുത്ത് എന്നാ തീരുമാനം അറിയോ? അത് കേട്ടോണം. ഇനി മേലെ ഇങ്ങനെ വിളിക്കാനോ? അത് ഇതുപോലെ ഞാനൊരു സ്ഥലത്ത് സുവിശേഷം നടത്തി. 2 ദിവസം അടുപ്പിച്ച് നടത്തി. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ 3 പേരെ ട്യൂഷൻ പഠിപ്പിച്ചൊരു സാറ് അവിടെ ഇരുന്ന് കേൾക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളിയുടെ വീടിന്റെ കുറെ അപ്പറയാ. അപ്പൊ ഇങ്ങനെ ഇതുപോലെ അകലെ ഒരു വീടിന്റെ മിറ്റത്ത് കസേര ഇറങ്ങിയിട്ട് നല്ല സാറാണ് കേട്ടോ. ട്യൂഷൻ പഠിപ്പിക്കാൻ ബഹുമെടുക്കാൻ പുള്ളി ഇരുന്ന് കേൾക്കുന്നുണ്ട്. ചിരിച്ചോണ്ടൊക്കെ കേൾക്കുന്നു. ഭയങ്കര സന്തോഷമായി. അപ്പോ യോഗ കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോൾ സാറ് വഴി ഇന്നലെ കൈ കാണിച്ചു. പാസ്സായി നിൽക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു തീരുമാനമെടുത്തത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഉടനെ ഞാൻ വണ്ടി ചാർജിട്ട് കൈ കൊടുത്തു. എല്ലാ സാറേ ഇനി മേലാ പാസ്വേഡ് യോഗ കയറും. ചിരിച്ചോണ്ടാ പറയുന്നത്. എനിക്ക് ഇതിക്കുള്ളൊരു ഇടി കിട്ടിയ പോലെയുള്ള അനുഭവം വരാനുണ്ടോ? ഞാനിങ്ങനെ ഒരു ജീവശവം പറഞ്ഞു. ഞാൻ വല്ല പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് ഓർന്നു. സാറേ എന്നാ ഏത് ഭാഗം ഒരു കുഴപ്പമില്ലാത്തോണ്ടാണ് പറയുന്നേ. വളരെ നല്ല സന്ദേശമായിരുന്നു. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇനി ഇത് കേട്ടാ ഇവരോട് പോണ്ടി വരും. അതുകൊണ്ട് പൊന്നു മനുഷ്യനെ നമുക്ക് നമ്മുടെ പാരമ്പര്യം വിടാൻ പറ്റില്ല. അയാൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ഇനി ഇത് കേൾക്കണ്ട. അങ്ങനെ തീരുമാനം എടുക്കും. ഇന്നും പലരും എടുക്കും. അതിനാണ് ഇത് വെക്കുന്നത്. ഏതൊരു തീരുമാനം എടുക്കട്ടെ. അതെ, നമ്മുടെ ഈ വിരുന്ന് നടത്തിയ പുള്ളി ഒരു തീരുമാനം എടുക്കും. ഇനി ഇങ്ങനത്തെ ടീമിനെ നമ്മുടെ വീട്ടിലുണ്ട് വിളിക്കണ്ട. പക്ഷെ അതിനകത്ത് ഒരുത്തിന് അല്പം വിവരമുണ്ട്. അടുത്ത വാക്യം വായിച്ചു വയ്ക്കും. വാക്യം 15. കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ അത് ഇത് വ്യക്തമാണ്. വിരുന്ന് നടത്തിയ പുള്ളി അല്ല, വീട്ടുകാരനല്ല. കൂടെ പന്തിയിലിരുന്നതിൽ ഒരുത്തൻ അവനോട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. നമ്മളെ സന്ദർഭം വെച്ച് അതിന്റെ മീനിങ് എടുക്കണം. ഞാൻ പറയാം, ഈശോമിശിഹ നടത്തുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ ഒത്ത ഒരു ഭാഗ്യമാണല്ലോടാ എന്നാവും പറഞ്ഞത്. അതാണ് അവൻ പറഞ്ഞത്. അപ്പൊ അവിടെ ഇരുന്ന 10-40 പേർക്ക് പിടികിട്ടിയില്ലല്ലോ, വൃത്തിന് പിടികിട്ടിയല്ലോ. ഇത് തന്നെ എല്ലായിടത്തും നടക്കുള്ളൂ. പറയുന്നത് മുഴുവൻ പേർക്കൊന്നും പിടികിട്ടുകയില്ല. പിടികിട്ടിയാലും പിടികിട്ടിയെന്ന് സമ്മതിക്കത്തുമില്ല. പക്ഷെ 1-2 കണ്ണു തുറക്കും. 1-2 സത്യം മനസ്സിലാവും. ഒരുത്തര കാര്യം പിടികിട്ടി. അവൻ പറയാ, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കാൻ ഒത്താൽ അതൊരു ഭാഗ്യം. അവനാന്ന് പറഞ്ഞു പേര് പറഞ്ഞു. എന്നാ നിന്നോട് എനിക്ക് ഇച്ചിരി പറയാനുണ്ട്. ഈ പറഞ്ഞത് മനസ്സിലായവരോടല്ലേ പിന്നെ പറയേണ്ട കാര്യമുള്ളൂ. അപ്പൊ അവനോട് പറഞ്ഞതാ കേട്ടോ. സ്വർഗരാജ്യത്തിലെ വിരുന്നെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നീ കേട്ടു. അതിതാണ് ഒരു മനുഷ്യൻ വലിയ അത്താഴത്തിൽ പലരെയും ക്ഷണിച്ചു. പക്ഷെ അവരെല്ലാം ഉഴപ്പി. അതാ സുവിശേഷം. ഇതൊരുക്കപ്പെട്ട വിരുന്ന. എന്നിട്ടോ മുമ്പന്മാർ, മാന്യന്മാർ, VIPs ഇത്
ഒരു ടിപ്പർ ലോറി വിളിച്ചോണ്ട് വന്ന ഈ ഫുഡ് മുഴുവൻ അതിലോട്ട് കയറ്റിയിട്ട് കടലിലേക്ക് തട്ടിയേക്കാൻ പറഞ്ഞില്ല. ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ വേഗം, വേഗം എന്ന പദം വളരെ സൂക്ഷിക്കണം. നിങ്ങൾ വേഗം പട്ടണത്തിലേക്ക് പോവുക. ഹൈവേസ് ആൻഡ് ബൈവേസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാം ഊട് വഴി കൂടെ പോകണം. മെയിൻ റോഡിൽ മാത്രം പോകരുത്. മെയിൻ റോഡ് മാത്രം വേദന ചെയ്തവരുണ്ട്. ഇപ്പോഴത്തെ അങ്ങനെ സ്റ്റൈൽ വന്നിരിക്കുക. നല്ലതാ, നല്ലതാ. പ്രോസ്പെരിറ്റി പറയണോ ടൗണിൽ കിട്ടുള്ളൂ. ഗ്രാമത്തിൽ ഒന്നും ചെലവാകൂല്ലത്. ഗ്രാമത്തിൽ സുവിശേഷം വരെ ചെയ്യുന്നവൻ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നോർത്ത് പട്ടണത്തിൽ ചെയ്യുന്നതല്ല, അവരവരെ ആക്കിയത് ചെയ്തോളൂ. യജമാനൻ പറഞ്ഞു, ടൗണിൽ പോകണം, ഗ്രാമത്തിൽ പോകണം, ഹൈവേയിലും പോകണം, ബൈവേയിലും പോകണം, ഊട് വഴിക്കൊക്കെ പോകണം. പോയിട്ടോ കണ്ട സാഹചര്യം അകത്ത് വരാൻ നിർബന്ധിക്കും. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, വരണം കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, പിടിച്ചിട്ട് കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞ് കുഷ്ഠരോഗികളെ പിടിച്ചോന്നേ കുഴപ്പമില്ല. അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ, എന്റെ വിരുന്നുശാല തുറന്നിട്ടിരിക്കുക. അപ്പൊ ഒരു സംശയം, ഇവർക്കൊക്കെ ഡ്രസ്സോ അതൊക്കെ നമുക്ക് കൊടുക്കാന്നേ. എല്ലാം ഡിപ്പാർട്ട്മെന്റ് വക ചെലവാ. നിന്നെ മാന്യനാക്കിയത് ദൈവകൃപയാ. നീ ഇന്ന് രാത്രിയിൽ ഇവിടെ അന്തസ്സോടെ ഇരിക്കുന്നത് നിന്റെ കുടുംബ മഹിമയല്ല, കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ മഹത്വമത്രേ. നിന്നെ ദൈവരാജ്യത്തിന്റെ പന്തിയിൽ ഇരുത്തുവാൻ തക്കവണ്ണം ദൈവ കൃപയാണ്. പ്രസംഗത്തിനോടിലേക്ക് എത്തി. പ്രാർത്ഥനയോടുകൂടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ സന്ദേശത്തെ ശ്രദ്ധിക്കുക. ഒരർഹതയുമില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത പാവപ്പെട്ടവരുടെ അടുക്കിലേക്ക് രാജകൊട്ടാരത്തിന്റെ വണ്ടികൾ ചെല്ലുക. വിരുന്നുശാലയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നിങ്ങൾ ചോദിക്കൂ. അവർക്ക് വസ്ത്രം കൊടുത്ത് അവരെ വൃത്തിയാക്കി അവരെ വിരുന്നുശാലയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് സുവിശേഷം. ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം. നിങ്ങൾക്കറിയാമോ, ആദ്യമേ യേശുവിന്റെ കുരിശ് രക്ഷിച്ചത് ആരെയാണെന്നറിയാമോ? ജയിലിൽ കിടന്നിട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. എന്റെ വിരുന്നുശാല നിറയട്ടെ. ഈ വിരുന്നൊരുക്കിയിട്ട് വർഷങ്ങളായി വിരുന്നുശാല നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗുഡ്സ് ചിന്തകളെ മാറ്റണം. ഭാരതം മുഴുവൻ രക്ഷിക്കപ്പെടാൻ നിങ്ങളുടെ കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുക. അത് എങ്ങനെയെന്നുള്ള ചോദ്യമില്ല, എങ്ങനെയെന്ന് ചോദിക്കണ്ട, എങ്ങനെയെന്ന് ചോദിക്കണ്ട. ഭാരതം മുഴുവൻ കർത്താവിനായി വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുക. പാപത്തിൽ അടിമപ്പെട്ട, വിഗ്രഹത്തെ ആരാധിക്കുന്ന, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ വർഷത്തിൽ വിടുവിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ. എന്റെ വിരുന്നുശാല നിറയേണ്ട ആളുകളെ കൊണ്ടുവരിക. അതെ, ഇത് ഒരുക്കപ്പെട്ട വിരുന്നാണ്. ആറാമത്തെ കാര്യം ശിമിയോൻ പറഞ്ഞത് അത് ദൈവത്തിൻ്റെതാണെന്നാണ്. വാക്യം 31 ഇങ്ങനെ വായിക്കുന്നു, നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. 6-7 വേഗത്തിൽ പറഞ്ഞേക്കാം. അത് ദൈവത്തിൻ്റെതാണ്. 7, അത് വ്യക്തിപരമായി ഓരോരുത്തരും പ്രാപിക്കേണ്ടതാണ്. സകല ജാതികളെ മുമ്പേ ഒരുക്കിയതുകൊണ്ടും പ്രീ പ്ലാൻഡ് ആയതുകൊണ്ടും പരസ്യമായതുകൊണ്ടും എനിക്ക് പ്രയോജനമില്ല. എന്റെ കണ്ണ് കണ്ടാലേ എനിക്ക് പ്രയോജനമുള്ളൂ. നീ സകല ജാതികളുടെയും മുമ്പേ ഒരുക്കിയിരിക്കുന്നത് നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ. അതെ, ഇത് പേഴ്സണലാ കേട്ടോ. ഇത് തികച്ചും പേഴ്സണലാ. ഇത് വ്യക്തിപരമാ, 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 വ്യക്തിപരമാണ്. രക്ഷ വ്യക്തിപരമാണ്. ഓരോരുത്തരും വ്യക്തിപരമായ യേശുവിനെ കാണണം. ഈ സന്ദേശത്തിൽ ആദ്യം പറഞ്ഞ ഭാഗം ഒന്നോടെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. യേശു ജനിക്കുന്ന സമയം, യേശു ജനിക്കും എന്ന പ്രവചനം വർഷങ്ങളായി കിടക്കുകയാണ്.
പ്രവചനങ്ങൾ വൈകുമ്പോൾ വിശ്വസിച്ചവരുടെ മനസ്സ് മടുക്കും. ഞാൻ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു. വ്യക്തിപരമായി എന്നോട് പറയുന്ന ദൂതുകൾ ഞാൻ എഴുതിയിടും. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കും. ഞാനത് നിറവേറുന്ന കണ്ട ദൈവത്തെ സ്തുതിക്കും. ഇനിയും നിറവേറുവാനുള്ള ദൂതുകൾ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വ്യക്തിപരമായ പ്രവചനം വിശ്വസിക്കും. യുഗപരമായ പ്രവചനങ്ങൾ വിശ്വസിക്കും. ബൈബിളിൽ കിടക്കുന്ന പ്രവചനങ്ങൾ ഞാൻ വിശ്വസിക്കും. നിങ്ങളുടെ വ്യക്തിപരമായി ദൈവം ദൂതുവല്ലം പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അത് നടക്കും, നടക്കും, നടക്കും. 100 തടസ്സം കണ്ടാലും നീ പറയണം, അത് നടക്കാൻ പോകുന്നു, അത് നടക്കാൻ പോകുന്നു, അത് നടക്കാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ശിമയോൻ ജീവിച്ച കാലം യേശുവിന്റെ ജനനത്തെ കാത്തിരുന്ന കാലം. നമ്മൾ ജീവിക്കുന്ന കാലമോ യേശുവിന്റെ 2ാം വരവിനെ കാത്തിരിക്കുന്ന കാലം. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. യേശുവിന്റെ 1ാം വരവാണോ വിശ്വസിക്കാൻ വിഷമം, 2ാം വരവാണോ? ഉത്തരം പറയണ്ട, നിങ്ങൾ പിന്നെ ചിന്തിച്ചോളൂ. എന്റെ ഉത്തരം പറയാം, 1ാമത്തെ വരവാ വിഷമം. അതെന്താ? 1ാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ 10 ഇരട്ടി 2ാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2, 1ാമത്തെ വരവിൽ അവൻ മരിച്ചു ഉയർത്തെഴുന്നിട്ടുള്ള സത്യമാണെങ്കിൽ മടങ്ങി വിശ്വസിക്കാൻ ഒരു വിഷമവും. എന്നാൽ 1ാമത്തെ വരവിൽ എന്നാ തെളിവ്? സ്ത്രീയുടെ തന്ന ഗർഭത്തെ തലയിൽ അതിപ്പോ ഇതായിരിക്കണമെന്നാ നിർബന്ധം. എന്നെപ്പോലെ ഒരു പ്രവാചകനായിരിക്കും, അതിപ്പോ ഇതായിരിക്കുന്ന നിർബന്ധം. കന്യ ഗർഭിണിയായാലും അവനെ പ്രസവവും അതിപ്പോ ഇതായിരിക്കണമെന്നാ നിർബന്ധം. അപ്പൊ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനം അല്ലെങ്കിൽ ബേത്ലഹേമിലെ ജനനം പ്രവചനത്തിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ വിഷമാണ്, മങ്ങിയ രേഖയാണ്. എന്നാൽ മേഘത്തിലെ വരവ്, ഒലിവുമലയിലെ വരവ് മങ്ങിയ രേഖയല്ല. അന്നാളിൽ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. മല രണ്ടായി. ഇതിനകത്ത് വല്ല വ്യാഖ്യാനം വേണോ? ക്രിസ്റ്റൽ ക്ലിയർ സെക്കൻഡ് കമ്മിങ്. എന്നാൽ മറ്റേത് അത്ര ക്ലിയർ അല്ലായിരുന്നു. അത് വിശ്വസിച്ചു. പക്ഷേ അധികം പേരില്ലായിരുന്നു. 1-2 അമ്മച്ചിമാരും 2 അപ്പച്ചമാരൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തം ദേവാലയം വിട്ട് പിരിയാതെ 120 വയസ്സുള്ള ഒരു അമ്മച്ചി മസിയാട് ജനം കാത്തിരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാലത്തിന് കൂടെ കുറച്ച് സൗകര്യങ്ങൾ പ്രാപ്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. ശിവചുണ്ടായിരുന്നു. നീ അദ്ദേഹം വായിച്ചാൽ കാണാം. എന്നെ രസാത് സ്വന്തം യേശു ജനിക്കപ്പോൾ നീ കാത്തിരുന്നൊരു മസിയായി കാത്തിരുന്ന ഒരു ശിമയോൻ. അവന്റെ ഗുണഗണങ്ങളെല്ലാം നമ്മൾ ആദ്യം ചിന്തിച്ചു കഴിഞ്ഞു. അവന് നമ്മളുമായിട്ടുള്ള ബന്ധം, അവൻ വിശ്വസിച്ചതിനേക്കാൾ ലളിതമായ ഒരു പ്രവചനമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവനത് അവന്റെ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ ഈ തലമുറയിൽ നമ്മളായിരിക്കും യേശുവിന്റെ വരവ് കാണാൻ പോകുന്നത്. ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്നത് നമ്മളായിരിക്കും കർത്താവിന്റെ മേഘപ്രത്യക്ഷത നേരിട്ട് കാണാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിമയോൻ മനസ്സുമെടുത്ത് വൃദ്ധനായി തളർന്ന് മരണക്കിടക്കയോട് അടുക്കുമ്പോൾ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, ഞാൻ പ്രതീക്ഷിച്ചത് കണ്ടില്ലല്ലോ. മശിഹായുടെ ജനനം എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ തന്നോടൊരു ദൂത്, എങ്ങനെയാണ് ആ ദൂത് കിട്ടിയത് എനിക്ക് അറിഞ്ഞുകൂടാ. താനിങ്ങനെ കേൾക്കുകയാണ്, മശിഹായെ കാണുന്നതിന് മുമ്പ് മകനെ നീ മരിക്കയില്ല. ഓ, വൃദ്ധൻ ചാടി എഴുന്നേറ്റു. ഒരു ദൂതുണ്ടെങ്കിൽ ക്ഷീണം മാറും. ഒരു അഭിഷിക്ത സന്ദേശമുണ്ടെങ്കിൽ ഞരമ്പുകൾക്ക് ബലമുണ്ടാകും, അസ്ഥികൾക്ക് ബലമുണ്ടാകും, കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും, ക്ഷീണങ്ങൾ മാറും, തുള്ളിച്ചാടാൻ തുടങ്ങും. ഹല്ലേലൂയ. അവൻ ചാടി എഴുന്നേറ്റു. ആത്മനിയോഗത്താൽ അവൻ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ കൊച്ചിനെ അവിടെ വെച്ചവൻ കണ്ടു. കയ്യിലെടുത്തു. മശിഹായെ കൈ പിടിച്ചുകൊണ്ട് പറയുക, ഇത് ജാതികളുടെ വെളിച്ചമാണ്, ഇത് യഹൂദന്റെ മഹത്വമാണ്, ഇത് സകലജാതികളുടെ മുമ്പിൽ ഒരുക്കപ്പെട്ട ദൈവത്തിന്റെ രക്ഷയാണ്. അത് എന്റെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ ഇവിടെ തീരുകയാണ്. ഈ രക്ഷ അറിഞ്ഞില്ലെന്ന് പറയരുത്, കണ്ടില്ലെന്ന് പറയരുത്. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളോടും ഞാൻ നിങ്ങളുടെ പ്രത്യാശയെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ.
ശിമയോൻ വിശ്വസിച്ചതിനേക്കാൾ ഈസിയായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നത്. യേശു മടങ്ങി വരും.